ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ ചില സമയത്ത് അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഓട്ടോ അപ്ഡേറ്റിൽ നമ്മൾ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല അപ്ഡേറ്റുകളും എന്താണ് വന്നതെന്നുള്ളത് തന്നെ ചിലപ്പോൾ നമുക്ക് അറിയാതെ പോകാറുണ്ട്. ഇപ്പോൾ ഇതൊരു വീഡിയോ കാണുന്ന ആളുകൾ പലരും കമൻ്റായിട്ട് പറയാറുണ്ട്, ഓ ഇത് ഇപ്പോഴാണോ നിങ്ങൾ അറിയുന്നത്, ഞാനൊക്കെ ഇതെന്നോ ചെയ്തതാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് അപ്ഡേറ്റുകൾ വരുന്ന ബീറ്റാ വേർഷനിലാണ്. അതിനുശേഷമേ ഓരോ കാറ്റഗറൈസ് ആയിട്ട് ആളുകൾക്ക് എത്തുള്ളൂ. എല്ലാവർക്കും ഒരുമിച്ച് വരാറില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ചില ഓപ്ഷൻസ് ഒക്കെ ഇപ്പോഴും എത്താത്ത ആളുകളുണ്ട്. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് വരെ ഇപ്പോഴും എത്താത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് എത്താത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ആളുകൾക്കും ഒരുമിച്ചല്ല വാട്സപ്പ് അപ്ഡേറ്റ്സ് അയക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2-3 അപ്ഡേറ്റ്സ് ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. പക്ഷെ പലർക്കും ഈ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിവില്ല. പക്ഷേ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ സാധാരണ കാണാം. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതായത് ഇവിടെ സ്റ്റാറ്റസ്, നമ്മുടെ ഇവിടെ ആദ്യമൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ കണ്ടില്ലേ, ഏറ്റവും താഴെയായിരുന്നു, മുകളിലായിരുന്നു മെനു വന്നിരുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ താഴേക്ക് മാറിയിട്ടുണ്ട്. താഴെ കണ്ടില്ലേ, താഴെ നമുക്കിവിടെ ചാറ്റ്സ് കാണാം, അപ്ഡേറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ആദ്യം അത് മുകളിലായിരുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ 1 by 1 ആയി താഴേക്ക് വരുന്നതിന് പകരം വന്നിരിക്കുന്നത് മുകളിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. ഞാൻ രണ്ടാമതായിട്ട് പറയുന്നത്, ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ചാറ്റുകൾ, അതായത് നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. ഞാനൊരു ഗ്രൂപ്പ് എടുക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ റെസിഡൻസിൻ്റെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഗ്രൂപ്പ്സിൽ നമുക്ക് കുറേ പരിചയമില്ലാത്ത ആളുകളുണ്ട്. അവരുടെ നമ്പർ മാത്രമേ കാണുള്ളൂ, അവരുടെ പേര് അവർ കാണില്ല. ഇനി പേര് കാണുകയാണെങ്കിൽ നമുക്ക് അവരെ പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ കണ്ടില്ലേ, അവരുടെ പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എൻലാർജ് ആയിട്ട് വരും. നമുക്കത് മുഴുവനായിട്ട് കാണാം. ഞാനത് പ്രൈവസി ആയതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നില്ല, അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല. അതായത് ഇവിടെ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഐക്കണിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്തോ, നിങ്ങളുടെ മൊബൈലിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഗ്രൂപ്പ്സിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ വേറൊരു ഗ്രൂപ്പ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ തന്നെ ഫാമിലി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. അതിലും ഇതേപോലെ തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് നെയിം കാണിക്കുന്നുണ്ട്. പക്ഷെ നെയിം ഇല്ലാത്ത ആളുകൾ ഇതിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ, നമ്മൾ വേറെ എന്തെങ്കിലും ഗ്രൂപ്പിലുള്ളതൊക്കെ നമുക്ക് അറിയാത്ത ആളുകളായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഒരു പ്രൊഫൈലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫോട്ടോ എൻലാർജ് ചെയ്ത് വരും. ഫോട്ടോ കൊടുത്തവരാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഇന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഞാനിവിടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിലാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം വീഡിയോ കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, വീഡിയോ കോൾ. ഞാൻ വീഡിയോ കോൾ ചെയ്യാണ്. വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ സാധാരണ നമുക്ക് കാണാറ്, നമുക്കിവിടെ 5 ബട്ടൺസ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ക്യാമറയുടെ ഐക്കൺ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഐക്കൺ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ തൊട്ടടുത്തൊരു വീഡിയോയുടെ ഐക്കൺ ഉണ്ട്, പിന്നെ ഓഡിയോ ഐക്കൺ ഉണ്ട്, സ്റ്റോപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ മറ്റൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈഫിൻ്റെ നമ്പറിലേക്ക് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് വീഡിയോ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ കൊടുക്കാനുള്ള, മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് പുതിയതായിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഓർ കാസ്റ്റിംഗ് വിത്ത് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഇവിടെ യു ആർ ഷെയറിങ് യുവർ സ്ക്രീൻ, അതായത് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ സാധാരണ ഈ ട്യൂഷൻ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ്സിലൊക്കെ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള കുറച്ച് റെക്കോർഡിങ്സ്, കാര്യങ്ങൾ, ഫോട്ടോസൊക്കെ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വാട്സപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് നമുക്കിവിടെ എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളത് ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഓപ്ഷൻ കാണിച്ചു തരാം. ഇതും വളരെ യൂസ്ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്തവരാണെങ്കിൽ
മനസ്സിലാക്കുക. അറിയുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഗ്രൂപ്പ്സ് എടുത്തു. ഞാൻ ഈ ഗ്രൂപ്പ്സിൽ ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്യാണ്. നമുക്ക് സാധാരണ പല നോട്ടീസുകൾ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ്സിൽ നമുക്ക് അഡ്മിൻ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കാനുണ്ട്. എല്ലാവരും അത് പെട്ടെന്ന് കണ്ടോളണമെന്നില്ല. ഒരു ദിവസം ആയിരിക്കും കാണുക, ചിലർ പിറ്റേ ദിവസം ആയിരിക്കും കാണുക. അപ്പോൾ അങ്ങനെയുള്ള നോട്ടീസുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോട്ടീസിന് കൊടുത്തു. നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. റഫായിലൊന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ഹൗ ലോങ് യുവർ പിൻ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കാലത്തേക്ക് ഈ പിന്ന് വേണമെന്നുള്ളത് 30 ഡേയ്സ് വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്പേഴ്സ് ഒരാൾ പോലും ഈ ഒരു മെസ്സേജ് കാണാതെ പോയില്ല. അങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ ഇവിടെ നമുക്ക് യു പിൻഡ് എ മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അത് അൺപിൻ ചെയ്യണം, എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അൺപിൻ ചെയ്യണമെങ്കിൽ താഴെ നമുക്ക് അൺപിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്തിട്ട് അൺപിൻ കൊടുത്താൽ 30 ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അൺപിൻ ആവും. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അൺപിൻ ചെയ്താൽ മതി. ഇനി അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. അതിനായി ഞാനൊന്ന് ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു, ഹായ് ഓൾ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി അതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് എന്ന് പറയാം. ഈ ഒരു എഡിറ്റ് എന്ന ഓപ്ഷൻ ഇപ്പോഴും വരാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്ഡേറ്റ്സുകൾ ഓരോ ആളുകൾക്കും വരുന്ന ഓരോ രീതിയിലാണ്, ഓരോ സമയത്താണ്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കിവിടെ ഹായ് ഓൾ എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് മാറ്റുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹലോ ഓൾ എന്നാക്കി ഞാനിവിടെ. അതിനുശേഷം ഞാനത് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ മാറ്റിയതാണ്. അപ്പോൾ ആ മാറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ താഴെ എഡിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ എഡിറ്റ് ചെയ്താൽ പോലും അത് അവിടെ താഴെ കാണിക്കും, എഡിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഓപ്ഷൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കൂ. വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായില്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷേ ഇത് അധികം നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ട് നമ്മളത് വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വാട്സപ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഓരോന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസ് ആണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.